അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലാബ് എന്ന് പറയുന്നത് ചെയ്ത് നോക്കാന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇനീഷ്യലും റൗട്ടിങ്ങും BGP ആട്രിബ്യൂട്ട്സിന്റെ ഇനീഷ്യൽ റൗട്ടിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ടില്ല, നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ പോകുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ട്രേസ് അടിച്ച് നോക്കാം. R1 കയറിയിട്ട് എന്ത് ചെയ്യാം, ട്രേസ് അടിക്കാം. എങ്ങോട്ട്? ഏതെങ്കിലും ഒരു ഐപ്പിലോട്ട്, ജസ്റ്റ് ഈ ഒരു ഐപ്പിലോട്ടാണ് ചെയ്യുന്നത്. R6 ലൂപ്പ് ബാക്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്യാം. എക്സാമ്പിൾ 172.0.1. അപ്പൊ അത് ഏതെങ്കിലും ഒരു വഴി പോകും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. തൽക്കാലം മനസ്സിലാക്കുക, ഇതിലൂടെ ആയിരിക്കും ആദ്യത്തെ റൂട്ട് പോവാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കാണിച്ചു തരുന്ന നെക്സ്റ്റ് ഹോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13.2 കാണിച്ചു തരും, 30.2 കാണിച്ചു തരും. ദെൻ ഫൈനലി 78 വഴി എങ്ങോട്ട് എത്തും? നമ്മുടെ 172 നെറ്റ്വർക്കിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ആ സ്റ്റെപ്പുകൾ പറയുന്നത് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം ആ ലിങ്ക് ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇന്റർഫേസിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വഴികളും ആക്റ്റീവ് ആയിരിക്കുമല്ലോ ഇതുപോലെ. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എഗെയിൻ ട്രേസ് അടിക്കുമ്പോൾ 12.2 പറയുന്ന നെക്സ്റ്റ് പൈപ്പ് നമുക്ക് കാണിച്ചു തരും. അതേപോലെ തന്നെ 24.2 എന്ന് കാണിച്ചു തരും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു കണക്ഷനിലേക്ക് കാണിച്ചിരുന്ന എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. മേ ബി ഇതായിരിക്കാം. 45.2 വഴി എന്ത് ചെയ്യുന്നു? നമ്മൾ എവിടെ എത്തുന്നു? 3 വഴി 172 എത്തുന്നു. അങ്ങനെ ഒരു കണക്ഷൻ. അപ്പോൾ ആ ലിങ്കും ആക്റ്റീവ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന ആ ലിങ്കിനെ, അതായത് SM/ഇതിനെ തൽക്കാലം എന്ത് ചെയ്യാം, ഡൗൺ ആക്കാം. ബിക്കോസ് നമുക്ക് ഈ വഴി കൂടി ആക്റ്റീവ് ആണെന്ന് അറിയണ്ടേ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഡൗൺ ആക്കി വെച്ചിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 46.2 വഴി 68.2 വഴി നമ്മൾ എവിടെ എത്തണം? 172 പറയുന്ന നെറ്റ്വർക്കിലോട്ട് എത്തണം. ഇത്രയും ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ? ഈ ടോപ്പോളജിക്കകത്ത് എല്ലാ ഇന്റർഫേസസും എന്താണ്? ആക്റ്റീവ് ആണ്, അഥവാ എല്ലാ പാത്തുകളും എന്താണ്? ആക്റ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. ക്ലിയർ? അപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഇനീഷ്യലും റൗട്ടിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ R1 എന്ന് പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് ആദ്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പറയുന്ന എല്ലാ പോയിന്റിലോട്ട് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിൽ ഓർത്തോളൂ. 1, 2, 3 മൂന്ന് രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രണ്ട് അവിടെ ഡൗൺ ആക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കാം. ടോപ്പോളജി എല്ലാവരും കയ്യിൽ വെച്ചോളൂ, എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല ഐപിയും പലവിടെ ആയതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഞാൻ ഓൾറെഡി ടോപ്പോളജി ഏതാണ്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. R1 എന്ന് പറയുന്ന റൗട്ടിനകത്ത് ഞാൻ കയറുവാണ്. ആദ്യം നമുക്ക് ഷോ IP BGP പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ട് എല്ലാ അഡ്രസ്സുകളും ടേബിളിനകത്ത് വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സന്തോഷം, നെറ്റ്വർക്ക്സ് വരുന്നതേ ഉള്ളൂ. എവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. R1 ഇനീഷ്യൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആദ്യം നമുക്ക് ഇനീഷ്യൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോ IP INT ബ്രീഫ് നിങ്ങളോട് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ടോപ്പോളജിക്കകത്ത് ഇന്റർഫേസസ് എല്ലാം കറക്റ്റ് അല്ലേ നോക്കുക. R1 3 ഇന്റർഫേസസ് ആണുള്ളത്. 1 എന്ന് പറയുന്ന ലൂട്ടാക്കും, 192.1 30.1 അങ്ങനെ 3 IP ഉണ്ട്. അപ്പൊ ഇനീഷ്യലിനകത്ത് വലിയ പ്രശ്നം കാണുന്നില്ല. അപ്പൊ നമ്മൾ ഫ്ലോർ BGP ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഒപ്പം നോക്കണേ, ടോപ്പോളജി കമ്പയർ ചെയ്ത് നോക്കണേ. ഓക്കെ, ഏറ്റവും താഴെ റൗട്ടിംഗ് കിടക്കുന്നുണ്ട്. ഓക്കെ, റൗട്ടർ BGP 1000 കയറിയിട്ടുണ്ട്. റൗട്ടർ ID കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, 1 ആഡ് ചെയ്തിട്ടുണ്ട്, 12.0 ആഡ് ചെയ്തിട്ടുണ്ട്, 30.0 ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് നൈബേഴ്സ് ആണുള്ളത്. 12.2 30.2 രണ്ടിന്റെ AS എല്ലാം കറക്റ്റ് ആണ്. അപ്പം R1 പ്രത്യേകിച്ച് മിസ്റ്റേക്സ് ഒന്നും ഇല്ല. നമുക്ക് ഇന്ന് നമ്മുടെ നൈബർ ആയിട്ടുള്ള R1 ചെക്ക് ചെയ്ത് നോക്കാം. അത് കയറുന്നു. ആദ്യം സത്തെല്ലാം നോക്കാം. ഇന്റർഫേസ് ബ്രീഫ് 12.2 ഒക്കെയാണ്. 24.1 ഒരു സൈഡ് ഡൗൺ ആണ്. ഓക്കെ, സൈഡ് എന്ന് പറയുന്ന സമയത്ത് R3 കണക്ഷനകത്ത് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കൊടുക്കാൻ പറ്റുപോയി നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ കുഴപ്പമില്ല. റൗട്ടിങ്ങിനകത്ത് ഓക്കെയാണ്. 12.0 നെറ്റ്വർക്ക് ആണ്.
നൈബേഴ്സ് 7.1 പ്രൊമോട്ടേഴ്സ് നെക്സ്റ്റ് 4.2 ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ R3 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇൻട്രസ്റ്റ് കേസിനകത്ത് പോയാൽ ഡൗട്ട് ഉണ്ട്. .2 അതിൽ S1/2 ഇന്റർഫേസ് S1/2 no message. ഓക്കെ ആയിട്ടുണ്ട്. again നമുക്ക് R1 അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്യാം. IP വെയിറ്റ് ചെയ്യാം. ടപ്പ് എന്നുള്ള മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് വെരിഫൈ ചെയ്യാം. നടക്കുന്നില്ല. ഓർമ്മ റൗട്ടിംഗ് ഒന്ന് വർക്ക്സിലേക്ക് ചെക്ക് ചെയ്യുന്നു. ആ R3 പറഞ്ഞ റൗട്ടർ R3 3 ഇന്റർഫേസസ് ആണ്. 24/6/5 അത് കറക്റ്റ് ആണ്. 4.1 പോകുമ്പോൾ 1000 അത് കറക്റ്റ് ആണ്. 5.2 4000 പറയൂ. R2 മറ്റേ സ്റ്റോപ്പ് കൊടുക്കാനുണ്ടായിരുന്നു. R2 R1 നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ്. കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ. R2 മിസ്റ്റേക്ക് ഒന്നുമില്ല. കംപ്ലീറ്റ് വെരിഫൈ ചെയ്തു. R3 വെരിഫൈ ചെയ്തു. പിന്നെ R4 IP R4 ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് R7 നോക്കാം. അതായത് ഓരോ AS വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. R7 എന്ന് പറയുമ്പോൾ 1000 പറയുന്ന AS വരുന്നതാണ്. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്? R7 IP
Okay. 32.1, 13.2. ഓക്കെയാണ്. ഇവിടെ നിന്നും നമ്മൾ R1 നെക്സ്റ്റ് ഓപ്ഷൻ പറയണം. ആണ് റൗട്ടിംഗ് ചെക്ക് ചെയ്യാം. ആണ്. T2. 1000 പറയുന്ന AS നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. 2000 എന്ന് പറയുന്ന AS നമ്മൾ ചെക്ക് ചെയ്ത്. 2000 മീൻസ് നമ്മുടെ R3 ഉള്ള റൗട്ടർ. ഓക്കെ. 3000 ഒന്ന് നോക്കാം. 3000 മീൻസ് R5. ഇന്റർഫേസ് ആണ് 46.2 ആണ് 68.1. റൗട്ടിംഗ് ചെക്ക് ചെയ്യാം. ആണ് 8 ആണ്. ബ്രേക്ക് പോർട്ട് 68.2 അതിൽ മിസ്റ്റേക്ക്. അടുത്ത ഏസ് 4000 വരുന്ന ഏസ് ആണ് R4. അത് ഫേസസ് 53 ആണ്. റൗട്ടിംഗ് കൂടെ ചെക്ക് ചെയ്യാം. അത് 45 63 ആണ്. പോർട്ട് 45.1 63.4 പ്രശ്നമില്ല. നമുക്ക് 5000 വരുന്നത് R8. ആണ് 78.1 ആണ്. 1000 days ഒക്കെയാണ്. നെറ്റ്വർക്ക് 32.78 അത് കറക്റ്റ് ആണ്. 30.1 ആണ്. 3.2 റൈറ്റ് സൈഡിലോട്ട് 1000 മൂടുന്നത് ഏകദേശം നമുക്ക് R6 അല്ലേ 1000 എന്ന് പറയുന്നത് R6 തരുന്ന ചെക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്റർഫേസ് എല്ലാം ആണ് 53.2 ആക്റ്റീവ് ആണ്. 8.2 ആണ്. 78 ബാക്കിയെല്ലാം 2 ടാക്സുകളാണ്. റൗട്ടിംഗ് ചെക്ക് ചെയ്യാം. ഓ ഇതിൽ റൗട്ടിംഗ് ചെയ്തിട്ടില്ല അല്ലേ? ആ റൗട്ടിംഗ് ചെയ്തത് റൗട്ടർ 1000 BGP ready. Fiber 192 168 53.1. Remote AS and 4000.
പോകുന്നത് 8,000. പോകുന്നത് 5,000. Not E3.0. E3 5 dot 5.5 plus 8.6. 76. 172.15.0 plus 5.5.0. 17 എന്ന് പറയുന്ന ബാക്ക് നമുക്ക് പതിയെ R1 പോയി നോക്കാം. പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടാവും. എല്ലാം നമ്മൾ ചെക്ക് ചെയ്തില്ല, എല്ലാ റൗട്ടും ചെക്ക് ചെയ്തില്ല. ഓക്കെ. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത R6ന്റെ അപ്ഡേറ്റ് കൂടി കിട്ടാനുള്ളൂ. ഡിലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരെണ്ണം വന്ന് 172ന്റെ അങ്ങനെ ഫൈനലി എല്ലാ നെറ്റ്വർക്സിന്റെയും അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറിയൊരു ട്രബിൾ അവിടെ ഉണ്ട്. നോർമലി നമുക്ക് ഈ 172 പറയുന്ന നെറ്റ്വർക്കിലോട്ട് അല്ലെങ്കിൽ R6 നെറ്റ്വർക്കിലോട്ട് പോകാൻ എത്ര വഴികളുണ്ട്? ആക്ച്വലി നമുക്ക് 2-3 വഴികളുണ്ട്. അപ്പൊ എന്തായാലും 2 വഴി നമുക്ക് എന്തായാലും കാണിച്ചു തരാം. ബിക്കോസ് നമുക്ക് 2 നൈബേഴ്സ് ഉള്ളതുകൊണ്ട്. ഇവിടെ ആരെ മാത്രം കാണിച്ചിട്ടുള്ളൂ? 13.2 എന്ന് വെച്ചാൽ R7 വഴി വരുന്ന അപ്ഡേറ്റുകൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അല്ലെ, ആ പാത്ത് മാത്രം കാണിക്കുന്നുള്ളൂ. ആക്ച്വലി സെക്കൻഡറി പാത്ത് ആണെങ്കിൽ പോലും ആ 12.2 അല്ലെ, അതുകൂടി നമുക്ക് കാണിച്ചു തരണം. ജസ്റ്റ് അല്ലെങ്കിലും അതുകൂടി കാണിച്ചു തരേണ്ടതാണ്. മേ ബി അപ്ഡേറ്റ് വരാനുള്ള ഒരു ഡിലേ വന്നതായിരിക്കാം. ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. മിസ്റ്റേക്ക് ഉണ്ട്. ക്ലിയർ ആയിട്ട് ഈ ഒരു കമാൻഡ് കൊടുത്താൽ തന്നെ 2 മിനിറ്റ് എടുക്കും. അപ്പോൾ മേലെ കൂടെ പോകുന്ന കണക്ഷനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ല. നമുക്കിപ്പോ അപ്ഡേറ്റുകളെല്ലാം കിട്ടുന്ന ഏത് വഴിയാണ്? 13.2 പറയുമ്പോൾ ഏത് റൗട്ടറാണ്? ഇവിടെ R7 റൗട്ടർ വഴിയാണ്. താഴത്തെ പാത്തിലൂടെ നമുക്ക് അപ്ഡേറ്റുകൾ കിട്ടിയിരിക്കും. ഇപ്പോഴും താഴത്തെ പാത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. പിങ് ഉണ്ട്, പാത്ത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. തൊട്ടടുത്ത IP-ലോട്ട് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. എവിടെയാണ് സ്റ്റെപ്പ് ഓൺ ചെക്ക് ചെയ്ത് നോക്കാം. നടക്കുന്നില്ല. 54.1 എന്ന് പറയുന്നത് R2ന്റെ SO/2 പറയുന്ന ഇന്റർഫേസ് ആണ്. നേരത്തെ നമ്മൾ ഒരെണ്ണം ഓർക്കുന്നുണ്ടോ? ആ തപ്പാക്കി ഇന്റർഫേസ് ഡൗൺ ആയി കിടക്കുന്നത് തപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് പ്രശ്നം.
4.1 ഇപ്പോഴും ഡൗൺ ആണെന്നുള്ളതാണെങ്കിൽ SN/1 കണക്ഷൻ അങ്ങോട്ട് കൊടുക്കും. തോന്നുന്നു കണക്ഷൻ മാറിയത് അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന SN/2 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഞാൻ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് 1 ആണ്. Phase 1 no IP IP room wide. The phase is 1/2. ഞാൻ ചെയ്ത് നോക്കിയപ്പോഴും 13.2 വഴിയേ കാണിച്ചുള്ളൂ കേട്ടോ. അല്ല അത് നമ്മൾ മിസ്റ്റേക്ക് ആണ്. എവിടെയെങ്കിലും വേറെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? നമുക്ക് കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ 192.168.24.55.55. Perfect. Next. ആയിട്ടുണ്ട്. 6 പോയിരിക്കാം. ഉണ്ട്. എന്തായാലും നമുക്ക് ഒന്നുകൂടി ഇപ്പൊ കാണുന്നുണ്ടോ? 2 വഴിയും കാണിച്ചിരുന്നത് ഓക്കെ ഇങ്ങനെ കാണിക്കണം. ഒരു റൗട്ടറിന് മൾട്ടിപ്പിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും BGP അകത്ത് ആ രണ്ടും കാണിച്ചു തരും. പക്ഷെ അത് ബെസ്റ്റ് ഏതായിരിക്കും? ബെസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ ഇതാണ് നമ്മുടെ 16 പോകാനുള്ള പാത്ത് അല്ലെ. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പിൽ ഒരു സ്റ്റാർ മാത്രം കാണിച്ചുള്ളൂ. എന്നാൽ അതിന് തൊട്ടടുത്ത വഴി നോക്കിക്കേ. തൊട്ടടുത്ത വഴി 13.2 നേരെ എന്താ കാണിച്ചിരിക്കുന്നത്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ എന്ന് വെച്ചാൽ ബെസ്റ്റ് റൂട്ട് ഏതാണ്? ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉള്ളതാണ് ഗ്രേറ്റർ ദാൻ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് അത് ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യാം. അത് AS പാത്തിനെ കാൽക്കുലേറ്റ് ചെയ്താൽ പോകുന്നത്. ഞാനിപ്പോ 12.2 വഴിയാണ് പോകുന്നതെങ്കിൽ ഞാൻ 3 AS കടന്നിട്ടാണ് എവിടെ എത്തുന്നത്? ഇവിടെ R6ന്റെ നെറ്റ്വർക്സിലോട്ട് റീച്ച് ചെയ്യുന്നത്. അതായത് 172 വരെ നെറ്റ്വർക്കിലോട്ട് റീച്ച് ചെയ്യുന്നത്. എന്നാൽ താഴത്തോടെ പോകുന്ന വഴിയാണെങ്കിലോ 13.2 വഴിയാണെങ്കിലോ അവിടെ 2 AS നമുക്ക് ജമ്പ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് നമ്മുടെ BGP ആട്രിബ്യൂട്ട്സ് അകത്ത് വരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, വേറെ ഒരു ക്രൈറ്റീരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 4ാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ള AS പാത്ത് ആണ് ചൂസ് ചെയ്യാൻ. ലോവസ്റ്റ് AS പാത്ത് വിൽ ബി സെലക്ട് ആസ് ബെസ്റ്റ് പാത്ത്. ക്ലിയർ? അതുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ടെങ്കിലും ലോവസ്റ്റ് AS പാത്ത് വന്നിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഇയർ പഠിക്കുമ്പോഴും വോയിസ് പഠിക്കുമ്പോഴും മറ്റേ പറയാറില്ല മെട്രിക് നോക്കിയിട്ട് വരാന്നൊക്കെ പറയാറില്ല. ആ മെട്രിക്കിന്റെ ക്രൈറ്റീരിയക്കകത്ത് 4ാമത്തെ ക്രൈറ്റീരിയ നമ്മുടെ AS പാത്ത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് മേലെയുള്ള 3 ആട്രിബ്യൂട്ട്സിന് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ റൗട്ടർ ബൈ ഡിഫോൾട്ട് എന്തോ നോക്കുള്ളൂ? 4ാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ള AS പാത്ത് ആയിരിക്കും നോക്കുക. അതും ഒരു ആട്രിബ്യൂട്ട് ആണ്. നമ്മളൊരു മെട്രിക് നമ്മൾ 11 മെട്രിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യത്തെ 3 നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? 4ാമത്തെ ക്രൈറ്റീരിയ ആയിട്ടുള്ള AS പാത്ത് ആയിരിക്കും. അതുകൊണ്ടാണ് 172 നെറ്റ്വർക്കിലോട്ട് പോകുമ്പോൾ 2 പാത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ബെസ്റ്റ് ഏതാണ്? സ്റ്റാർ ഗ്രേറ്റർ ദാൻ ഐ. ക്ലിയർ? അതാണ് ബെസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ടോപ്പോളജി പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേസ് അടിച്ച് നോക്കിയാൽ നമ്മൾ ഏതുകൂടെ ആയിരിക്കും പോകുന്നത്? 13.2 വഴിയായിരിക്കും നമ്മൾ പോകുന്നത്. എക്സാമ്പിൾ 13.0.1 ട്രേസ് നോക്കാം. കണ്ടോ, താഴത്തെ കണക്ഷൻ R7ന്റെ കണക്ഷൻ ആണ് 13.2 എന്ന് പറയുന്നത്. ദെൻ തൊട്ടടുത്ത നൈബർ ആയിട്ടുള്ള R8ന്റെ IP ആണ്. നെക്സ്റ്റ് സ്റ്റോപ്പ് ആണ് 30.2 എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് R6ന്റെ IP ആയിട്ടുള്ള 78.2 ആണ്. പോകുന്ന പാത്ത് ഏത് വഴിയാണ്? R7 വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യപ്രകാരം ആ റൂട്ട് നമുക്ക് എന്ത് ചെയ്യാം? R1 കയറിയിട്ട് ഒന്ന് ഡൗൺ ആക്കിയാലോ? അപ്പൊ ഏതൂടെ പോകും? സാർ ഈ നെക്സ്റ്റ് ഹോപ്പ് 0 വരുന്ന ഏതാ? നെക്സ്റ്റ് ഹോപ്പ് ഏത് എങ്ങനെ അടിച്ചപ്പോഴാണ്? അപ്പോ അല്ല, ഈ തൊട്ട് മേലുള്ള റൗട്ടിംഗ് ടേബിളില് ഈ നെക്സ്റ്റ് ഹോപ്പ് 0.0.0.0 ആയി കാണിക്കുന്നില്ലേ? ഏത് റൗട്ടിനകത്തൊന്ന് പറയൂ.
സാറ് ഇപ്പോ എടുത്ത വിൻഡോയിൽ തന്നെ തൊട്ട് മുന്നേ കമന്റ് ചെയ്തില്ലേ? ഷോ ഷോ IPBGP ആവുക. അതില് കാണിക്കുന്നില്ലേ നെസ്റ്റ് ഹോപ്പ്? അതില് എങ്ങനെ കാണിച്ചു? അത് അവിടെ തന്നെ ഇപ്പോ നെറ്റ്വർക്ക് 7 6 ഒക്കെ ആയിട്ട് വരുന്നു. 12.0. ഈ കാണുന്നതാണ് ഈ മെട്രിക് വാല്യൂ ആണ് ഉദ്ദേശിച്ചത്. അല്ലല്ല, നെറ്റ്വർക്ക് കോളത്തിൽ. നെറ്റ്വർക്കിന്റെ കോളത്തിൽ ഇതാണോ ഉദ്ദേശിച്ചത്? അതേപോലെ താഴെ 192.168.12.0 വന്നിട്ടില്ലേ? നെസ്റ്റ് ഹോപ്പ് 0.0.0. അതന്നെ. അങ്ങനെ സ്വന്തം IP ആയതുകൊണ്ടാണ്. അയാൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പില്ലല്ലോ. ഓക്കെ ഓക്കെ. 12.0 പറയുന്നത് ഇയാൾക്ക് ഡയറക്ട്ലി കണക്റ്റഡ് അല്ലേ? ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ട്. ഓക്കെ. വെളിയിലോട്ട് പോകാൻ വഴി ഉണ്ടെങ്കിൽ അത് കാണിക്കും. വെളിയിലോട്ട് പോകുന്ന വഴിയാണല്ലോ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ആളുടെ ഗേറ്റ്. ഓക്കെ ഓക്കെ. ഗേറ്റ് വേനെ വിളിക്കുന്ന ഡയറക്ട്ലി പേരാണ് നെക്സ്റ്റ് കണക്റ്റഡ് ആയ. സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതെ, ഇത് ഡയറക്ട്ലി കണക്റ്റഡ് ആയതുകൊണ്ട് അവിടെ 0 കാണിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആക്റ്റീവ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കണക്ഷൻ ഏതാണ്? നമ്മുടെ SS/1 വഴി. അവിടെയാണ് നമ്മൾ 13 നെറ്റ്വർക്ക് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം ആ ഇന്റർഫേസ് എന്ത് ചെയ്യാം? ഇന്റർഫേസ് S1/1 ഞാൻ എന്താക്കുന്നു? ഷട്ട് ചെയ്യുന്നു. എന്നതിന് ശേഷം എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു? ട്രേസ് അടിക്കുന്നു. അപ്പൊ നമുക്ക് ആക്ച്വലി ഏതോടെ പോകണം? 12.2 വഴി 24.2 വഴിയൊക്കെയാണ് പോകേണ്ടത്. പോകുന്നത് 24.2 കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞ പോലെ R4 വഴിയാണ് പോകുന്നത്. 45.2 ആരുടെ IP ആണ്? ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. അതായത് 40.2 വരെ R4. പോകുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പിക്ക് ചെയ്യുന്നേ ഉള്ളൂ. നോക്കാം. ഇങ്ങനെ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് സ്റ്റാർ കാണിക്കുക. അവർക്കിടയിൽ റൗട്ടിംഗ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും നോക്കാം. വന്നു കഴിഞ്ഞാൽ Ctrl+Shift+6X കിട്ടിട്ടോ. 50.3 കുറച്ച് ടൈം എടുത്താലും അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി കറക്റ്റ് ആയിട്ട് കാണിക്കും. കറക്റ്റ് ആയില്ലേ? ഇപ്പൊ നമ്മൾ 45.2 വഴി 53.2 വഴി കറക്റ്റായി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ പോകുന്ന പാത്ത് R4 വഴിയാണ്. അപ്പൊ നമുക്ക് ഇനി എന്തുകൂടി ചെക്ക് ചെയ്യണം? R5 വഴി പോകുന്നുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി നമുക്ക് ആ ബിറ്റ്വീൻ R3 ആൻഡ് R4 കണക്ഷനിലെ S1/3 R3 കയറി നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് ഡൗൺ ആക്കാം. അപ്പൊ പിന്നെ നമ്മൾ ഏതോടെ പോകണം? R5 വഴി പോകുന്നത് നമുക്ക് കാണിച്ചു തരണം. ഓക്കെ, പറയുന്ന പോയിന്റ് ടോപ്പോളജി നോക്കി മനസ്സിലാക്കുക. ഞാൻ കയറുന്നത് R3 R3യുടെ S1/3 പറയുന്ന ഇന്റർഫേസ് ഡൗൺ ആക്കാൻ വേണ്ടി പോകുന്നത്. ഇന്റർഫേസ് S1/3 ഡൗൺ ആയി അപ്പാവുന്നുണ്ട്. ചെക്ക് ചെയ്യാൻ നോക്കാം. ആ ലാസ്റ്റ് ടൈപ്പ് എടുക്കാൻ ചെറിയൊരു ടൈം വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ആയി. 24.2 വഴി 46.2 വഴി എന്ന് പറയുമ്പോൾ R5 വഴി തന്നെയാണ്. ഓക്കെ, അത് ടൈം എടുക്കുന്നതാണ്. അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നതാണ്. വന്നോളും. അപ്പൊ നമുക്ക് കാണാം കിട്ടി. 68 കിട്ടി അവിടെ. ഇപ്പോഴാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് നമ്മുടെ ടോപ്പോളജിക്കകത്ത് എല്ലാ ഇന്റർഫേസും എന്താണ്, അല്ലെങ്കിൽ എല്ലാ എയർസും പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡൗൺ ആക്കിയതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ആക്കാം. R1ന്റെ S1/1 നമ്മൾ ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ചപ്പാക്കാം. അപ്പൊ പഴയ പോലെ കാര്യങ്ങളൊക്കെ മാറണം. R3 S/3. ഇവിടെ നമ്മളൊരു കാര്യം കൺഫേം ആണ്. ടോപ്പോളജി പെർഫെക്റ്റ്ലി ഓക്കെ. യെസ് ആണ്. IPBG പഠിക്കാം. IPBG യെസ് പഴയതുപോലെ. അപ്പോ, ബെസ്റ്റ് പാത്ത് കാണിക്കുന്നത്
ഇതിലോട്ട് പോകാൻ 30.2 വഴി തന്നെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എസ് പാത്ത് ആട്രിബ്യൂട്ട് പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നൈബറിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. ടോപ്പോളജി പെർഫെക്റ്റ്ലി ഓക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് സേവ് ചെയ്യാം. നിങ്ങൾ മറക്കാതെ സേവ് ചെയ്യുക. ചിലവരുടെ ഡിവൈസിനകത്ത് എന്തെങ്കിലും ഒരു ബഗ് ഉണ്ട് കഴിഞ്ഞാൽ ഓട്ടോ ക്ലോസ് ആവും. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതെല്ലാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ എല്ലാ റൗട്ടേഴ്സും എനിക്ക് എവിടൊക്കെയോ റൗട്ട് മിസ്സായി, അങ്ങനെ അതൊന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ മനസ്സിലായില്ല എങ്ങനെയാണ് വരേണ്ടത്. ആ അതെന്തായാലും ജസ്റ്റ് ഓരോന്ന് വെരിഫൈ ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത പോലെ ആദ്യം ഷോ ഐപി ഇന്റർഫേസ് പ്രിപ്പറേഷൻ നോക്കുക, രണ്ട് സൈഡ് അപ്പല്ലേ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഷോ റൺ അടിച്ചിട്ട് ആ ടോപ്പോളജി കമ്പയർ ചെയ്യാം. എക്സാമ്പിൾ മൊബൈൽ തന്നെ പിക്ചർ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു രണ്ട് കോൺഫിഗറേഷൻ കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ. അപ്പൊ എല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ടോപ്പോളജി പെർഫെക്റ്റ്ലി റണ്ണിങ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ആട്രിബ്യൂട്ടിലോട്ട് ഒന്ന് തിരിച്ചു വരാം. ആട്രിബ്യൂട്ട്സിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ആട്രിബ്യൂട്ട് വെയിറ്റ് ആട്രിബ്യൂട്ട്. എന്താണ് വെയിറ്റ് ആട്രിബ്യൂട്ട്? അപ്പോ ഇത് ഒരു നമ്പറാണ്. ഓക്കെ, ഇതൊരു 16 ബിറ്റ് സൈസ് വരുന്ന ഒരു നമ്പറാണ്. നമ്മൾ കൺഫേം ചെയ്ത് പറയുകയാണ് ആദ്യത്തെ ആട്രിബ്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ആ വെയിറ്റ് ആട്രിബ്യൂട്ടിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു ആട്രിബ്യൂട്ടും ആരും നോക്കില്ല, നമ്മുടെ റൗട്ടർ നോക്കില്ല. വെയിറ്റ് ആട്രിബ്യൂട്ടിനാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾ ബെസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് വെയിറ്റ് ആട്രിബ്യൂട്ട്. പിന്നെ ലോക്കലൈസ് പാത്തോ ഒന്നും നോക്കില്ല. വെയിറ്റിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും റൗട്ടർ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ സെക്കൻഡ് സ്റ്റേജിനകത്ത് പോകുള്ളൂ. അവിടെയും ഒന്നും വരുത്തിയില്ലെങ്കിൽ തേർഡിനകത്ത്, അവിടെയും ഒന്നും വരുത്തിയില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഓക്കെ. അപ്പൊ വെയിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണ്, ഇറ്റ്സ് എ നമ്പർ. അപ്പൊ നമുക്ക് വെയിറ്റ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ക്രൈറ്റീരിയ ഈ മെത്തേഡ് നോക്കാം, ഡയറക്റ്റ് മെത്തേഡ്. ഇപ്പൊ നമ്മൾ എല്ലാവരും പോകുന്ന ഏത് വഴിയാണ്, പറയുന്ന കാര്യം മനസ്സിലാക്കുക, 13.2 വഴി. ഞാൻ പറയുവാണ് അങ്ങനെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെ പോകണ്ട. എനിക്കറിയാം ഇതാണ് ബെസ്റ്റ് റൂട്ട്. ഓക്കെ, ഇതാണ് ബെസ്റ്റ് കണക്ഷൻ, ഇതിലൂടെ പോകുന്നതാണ് നല്ലത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, R1 എന്ന് പറയുന്ന റൗട്ടിനകത്ത് കയറിയിട്ട് 12.2 വഴി പോകുമ്പോൾ വെയിറ്റ് എന്തെങ്കിലും വാല്യൂ, സീറോ അല്ലാത്ത എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. എക്സാം 500 കൊടുക്കും. റൗട്ടർ തീർച്ചയായിട്ടും ഏത് പാത്ത് സെലക്ട് ചെയ്യും, 12.2 സെലക്ട് ചെയ്യും. അതാണ് നമ്മുടെ ആട്രിബ്യൂട്ടിന്റെ പവർ എന്ന് പറയുന്നത്. നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ നമ്മൾ തിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും എക്സാം നമുക്ക് അറിയാലോ, ലക്ഷങ്ങളുടെ എൻട്രീസ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. എല്ലാവരും ഒരു വഴി തന്നെ പോയാലും പ്രശ്നമല്ലേ, അല്ലേ? അത് നിങ്ങൾ ഹൈ ലെവലിൽ തിങ്ക് ചെയ്യാം. ലോക്കൽ ലെവലിൽ രണ്ടോ മൂന്നോ ബ്രാഞ്ച് വെച്ച് തിങ്ക് ചെയ്യണ്ട. ഓക്കെ, ഇഷ്ടം പോലെ ISP പറയുമ്പോൾ തന്നെ ലക്ഷങ്ങളും പതിനായിരങ്ങളായിരിക്കും അവിടെ എൻട്രീസും പാത്തുകളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങാനും ആ ഒരു പൊസിഷനിൽ എത്താന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, എല്ലാ ട്രാഫിക്കും അങ്ങനെ ഇതിലൂടെ മാത്രം പോകണ്ട, കുറച്ചു പേര് ഇതിലൂടെ പോട്ടെ, കുറച്ച് പേര് ഇതിലൂടെ പോട്ടെ, വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചർ നമുക്ക് ആവശ്യം വരും. പറഞ്ഞിരിക്കാൻ ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുക്കുന്ന രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. R1 മസ്റ്റ് ആയിട്ട് R2 വഴി വേണം 172 നെറ്റ്വർക്സിനോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ക്വസ്റ്റ്യൻ അല്ല സോറി, ക്വസ്റ്റ്യനോട് താഴെ കിടക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ അത് കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഈ കാണുന്നതിന്റെ ആൻസർ ഞാൻ പറഞ്ഞത്. എല്ലാവരും തീർച്ചയായിട്ടും
R2 വഴിയായിരിക്കണം എങ്ങോട്ട് എത്തിച്ചേരേണ്ടത്? 172 പറയുന്ന നെറ്റ്വർക്ക് സ്ലോട്ട് എത്തിച്ചേരേണ്ടത്. അതിന് വേണ്ടിയിട്ട് R2 വഴി പോകുന്ന വെയിറ്റ് എന്ത് ചെയ്യുക, കൊടുക്കുക. അതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അത് വളരെ സിമ്പിൾ കമാൻഡ്, ചെറിയൊരു കമാൻഡാണ്. എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു BGP-ക്കകത്ത് വരുമ്പോഴാണ് റൂട്ട് മാപ്പിന്റെ പവർ എന്താന്ന് നമ്മൾ അറിയുന്നത്. മനസ്സിലായോ? അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കാം. ഞാൻ ഇത് സിന്റാക്സ് ആയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ലാബായിട്ട് എന്റെ തൊട്ടടുത്ത പേജ് കിടക്കുന്നത്, അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. വേണ്ടത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എടുത്തെന്ന് വിചാരിക്കുന്നു. ഇന്ന് നോക്കാം. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വെയിറ്റ് വാല്യൂ കുറയല്ലേ വേണ്ടത്? ഏതാണ്? അല്ല, വെയിറ്റ് വെയിറ്റ് വാല്യൂ കൂടുമ്പോൾ കുറയാ പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി കണക്റ്റഡ് എപ്പോഴും 0 ആയിരിക്കും. മീൻസ് കാണിച്ചു തരാം. ഞാൻ ഷോ കമാൻഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ. ഇവിടെ ഞാൻ പറയുകയാണ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം അവിടെ 4 ലൂപ്പ് ബാക്ക് ഉണ്ട് അല്ലെ? നമുക്ക് എൻഡില് 172 സീരീസിന്റെ അതിന്റെ 16 ലോട്ടും 18 ലോട്ടും മസ്റ്റ് ആയിട്ട് ഏത് വഴി പോകണം? R2 വഴി പോകണം. ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതേപോലെ തന്നെ 17 പറയുന്ന നെറ്റ്വർക്കിലോട്ടും 19 പറയുന്ന നെറ്റ്വർക്കിലോട്ടും ഷുഡ് ഗോ ത്രൂ R7. R7 വഴി പോകണം. ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇമാജിനേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്തൂടെ? സി, അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഏത് നെറ്റ്വർക്കിനെയാണോ നമ്മൾ പെർമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ആക്സസ് വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യാം? പെർമിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റ് ടാസ്ക് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ടാസ്കിലോട്ട് പോകാം. ഓക്കെ. അതായത് രണ്ടെണ്ണം പറഞ്ഞിരിക്കുന്നത്. R2 വഴി പോകുന്ന കാര്യം നമുക്ക് ആദ്യം പറയാം, പിന്നെ നമുക്ക് R7 വഴി പോകുന്ന കാര്യം പറയാം. ഓക്കെ. എന്നതിന് ശേഷം നമ്മുടെ പഴയ റൂട്ട് മാപ്പ് ഓർക്കുന്നില്ലേ? റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ R2 വഴി പോകേണ്ടത് കൊണ്ട് ഞാൻ ചുമ്മാ പേര് R2 എന്ന് കൊടുത്തുള്ളൂ. യു ക്യാൻ യൂസ് എനി നെയിം. ദെൻ പെർമിറ്റ് ഒരു സീക്വൻസ് നമ്പർ കൊടുക്കുന്നു. പിന്നെ അടുത്തത് എന്താ മനസ്സിലായോ? മാച്ച് IP അഡ്രസ്. മേലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 1 എന്ന് പറയുന്ന ആക്സിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എങ്ങോട്ട് ആഡ് ചെയ്യുന്നു? R2 പറയുന്ന റൂട്ട് മാപ്പിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ചുമ്മാ ഒരു വാല്യൂ കൊടുക്കും. സെറ്റ് വെയിറ്റ് വാല്യൂ നമ്മൾ 500 കൊടുക്കുന്നു. യു ക്യാൻ യൂസ് എനി വാല്യൂ. ഓക്കെ. സെറ്റ് വെയിറ്റ് എന്ന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 500 പറയുന്ന വാല്യൂ കൊടുക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവർ ഡിസേബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇംപ്ലിസിറ്റ് ഡിനേ സ്റ്റേറ്റ്മെന്റ് ഉള്ളവരും ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കമാൻഡാണ് ഇത്. റൂട്ട് മാപ്പ് R2 പെർമിറ്റ് 20. ഇവിടെ 10 ആയതുകൊണ്ട് മസ്റ്റ് ഇവിടെ എന്ത് ചെയ്യണം? അടുത്ത 10 ഇൻക്രിമെന്റഡ് വാല്യൂ ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. ദെൻ നേരെ നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നു? BGP-ക്കകത്ത് കയറി പറയുന്നു 12.2 വഴി പോകുന്ന ട്രാഫിക്കുകൾ ഈ പറയുന്ന റൂട്ട് മാപ്പ് നോക്കി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അലോ ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ മനസ്സിലായി നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓൾറെഡി നിങ്ങൾക്ക് ആക്സിസ്റ്റ് അറിയാം, റൂട്ട് മാപ്പ് അറിയാം. ഓക്കെ. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എങ്ങനെ വന്നു നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സസ് വെച്ചിട്ട് ആരെയൊക്കെയാണ് പെർമിറ്റ് ചെയ്യേണ്ടത് അവരെ നമ്മൾ പെർമിറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലോട്ട് ആക്സസിനെ ആഡ് ചെയ്യുന്നു. ഒരു വെയിറ്റ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നതിന് ശേഷം നേരെ അവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നു, BGP അപ്ലൈ ചെയ്യുന്നു. അതോടുകൂടി R2 വഴി പോകേണ്ട കാര്യങ്ങളൊക്കെ ആയി. സെയിം തിങ്, ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നത്? ആക്സിസ് 2 വെച്ചിട്ട് എന്ത് ചെയ്യാം? 17നെയും 19നെയും എന്ത് ചെയ്യാം? പെർമിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഞാൻ പേര് R7 വഴി പോകുന്നതുകൊണ്ട് ചുമ്മാ R7 എന്ന് കൊടുത്തു. ദെൻ നേരത്തെ യൂസ് ചെയ്ത് 20 വരെ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ 30 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ യൂസ് ചെയ്തു. മാച്ച് IP അഡ്രസ് ആക്സിസിനെ എങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു? റൂട്ട് മാപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. സെറ്റ് വെയിറ്റ് വാല്യൂ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാല്യൂ കൊടുക്കുക. 500 കൊടുത്തു. ദെൻ ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്തു? പെർമിറ്റ് ചെയ്തു. 13.2 വഴി പോകുമ്പോൾ R7 എന്ന് പറയുന്ന റൂട്ട് മാപ്പ് നോക്കി മാത്രമേ ആൾക്കാരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മീൻസ് ആൾക്കാർ മീൻസ് ട്രാഫിക്കിനെ കടത്തിവിടാൻ പാടുള്ളൂ. ഓക്കെ ആണോ? സംഭവം ഈസിയാണ്. ആക്സസ് കൺട്രോൾ ലിസ്റ്റും റൂട്ട് മാപ്പും ഓർക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് മാപ്പ് മെത്തേഡ്, ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോ ഫസ്റ്റ് മെത്തേഡ് പുൾഡ് വഴി പോകുമ്പോൾ വെയിറ്റ് 500 ആക്കാം. ഓക്കെ. അപ്പൊ ഞാൻ നേരെ R1 കയറുവാണ്. പ്രോട്ടോകോളിനകത്ത് കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പുൾഡ് വഴി പോകുമ്പോൾ വെയിറ്റ് സെറ്റ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മൾ പോകുന്ന എല്ലാം തന്നെ ഏത് വഴിയാണ്? 13.2 വഴിയാണ്. നമ്മൾ റൗട്ടർ
DGP 1000 നൈബർ 192 168 12.2 വഴി പോകുമ്പോൾ കമാൻഡ് ഇതല്ലേ വെയിറ്റ് വാല്യൂ എടുക്കുക 500. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അപ്ഡേഷൻ കിട്ടണമെന്നില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ IP DGP വരുന്നുണ്ട്. ഷോ IP നേരത്തെ നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഏത് വഴിയായിരുന്നു? 13 13 വഴി. ഇപ്പോ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഏത് വഴിയാ നോക്കിയേ? 12. ഓക്കെ. ചേഞ്ച് ആയി. വെയിറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് താഴെ ഒരു വാല്യൂ വന്നുണ്ടോ? 0 പോയിട്ട് ബൈ ഡിഫോൾട്ട് എന്താ വാല്യൂ? 0 ആണ്. 0 അത് ചേഞ്ച് ആയിട്ട് എന്ത് വന്നു? 500 വന്നു. 500. അപ്പൊ നേരത്തെ ആരും ചോദിച്ചു ഹയർ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ജസ്റ്റ് അത് ഡയറക്റ്റ് മെത്തേഡ് ഒക്കെ അല്ലേ? ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുശേഷം പഴയതുപോലെ കണക്ഷൻ ആക്കിയതിനു ശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള റൂട്ട് മാപ്പ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. മനസ്സിലാക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ചെയ്ത് നോക്കണം, മസ്റ്റ് ചെയ്ത് നോക്കണം. പറയുമ്പോൾ ഈസി ആയിരിക്കും. ഞാൻ അത് റിമൂവ് ചെയ്തു. അഗെയിൻ ക്ലിയർ ചെയ്ത് കൊടുക്കാം. കണക്ഷൻ തിരിച്ച് അപ്പതിനു ശേഷം ഒന്നുകൂടി ഷോ അടിച്ച് കഴിഞ്ഞാൽ ആ ഗ്രേറ്റർ സിമ്പിൾ എങ്ങോട്ട് തന്നെ മാറിയിട്ടുണ്ടാവും? 30 തന്നെ. ഫസ്റ്റ് ലൈൻ ഗ്രേറ്റർ സിമ്പിൾ ആർക്ക് നേരെ വന്നപ്പം? 13. പഴയതുപോലെയായി. ഇനി നമ്മൾ എന്താ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? റൂട്ട് മാപ്പ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ അഡ്വാൻസ് ലെവൽ വരുന്ന കാര്യം നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ നെറ്റ്വർക്കിനാണോ R2 വഴി പോകേണ്ടത് അവരെ ആക്സസ് സ്റ്റിച്ച് എന്ത് ചെയ്യുക? പെർമിറ്റ് ചെയ്യുക. ആക്സസ് ലിസ്റ്റ് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. 1 എന്ന് കൊടുക്കാം. പെർമിറ്റ് ഏത് നെറ്റ്വർക്കിനാണ്? 172.16.0.0 വെൽക്കം മാസ്ക് 0.0.255 then 18 അല്ലെ? 18 പറയുന്ന നെറ്റ്വർക്കിനും കൂടി ആക്സസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ റൂട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. റൂട്ട് മാപ്പ് ഇതിലൊരു പേര് കൊടുക്കുക. ഞാൻ നമ്മള് ടോപ്പോളജി കൊടുത്ത പോലെ ഞാൻ കൊടുക്കുകയാണ്. പെട്ടെന്ന് എല്ലാ കാര്യം ക്യാച്ച് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഓർമ്മ കിട്ടും R2 വഴി പോകാനാണ്, അതുകൊണ്ട് ഞാൻ പേര് R2 കൊടുക്കും. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത് മാച്ച് IP അഡ്രസ് നമ്മുടെ 1 എന്ന് പറയുന്ന ആക്സസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇത് എന്തെങ്കിലും ഒരു സെറ്റ് വാല്യൂ പറഞ്ഞു കൊടുക്കുക. സെറ്റ് വെയിറ്റ് വാല്യൂ പറഞ്ഞു കൊടുക്കുക. ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ഏത് വാല്യൂ വേണമെങ്കിൽ പറയാം. 500 കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വാല്യൂ കൊടുക്കാം. യെസ് എന്നതിന് ശേഷം ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ഓർക്കുന്നുണ്ടോ? ഇംപ്ലിസിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഈ ഒരു കമാൻഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സെയിം നെയിമിനകത്ത് തന്നെ മാപ്പ് പെർമിറ്റ് 10 ഇൻക്രിമെന്റൽ വാല്യൂ ആണ് കൊടുക്കാൻ വേണ്ടി. ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. എക്സിറ്റ്. നമ്മൾ നേരെ അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു. റൗട്ടർ DGP 1000 കയറുന്നു. അപ്ലൈ ചെയ്യുന്നു. നൈബർ 192.168.12.2 വഴി പോകുമ്പോൾ ഈ റൂട്ട് മാപ്പ് നോക്കി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കടത്തിവിടാൻ പാടുള്ളൂ. ഏത് റൂട്ട് മാപ്പ്? R2 വന്നത്. അപ്പൊ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 17നെയും 19നെയും അലോ ചെയ്യാനുള്ള ആക്സസ് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. R2 കമാൻഡ് എന്തായിരുന്നു? ഓക്കെ, R2 പെർമിറ്റ് 172.17.0.0 then 0.0.255.255 then 19. ആക്സസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കുള്ളത് റൂട്ട് മാപ്പാണ്. റൂട്ട് -മാപ്പ് ഇത് നമ്മൾ R7 എന്നുള്ള
7 submit 30, then match IP address, then set weight 500, then ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യണം, എക്സിറ്റ് ചെയ്യാം. -map R7 പെർമിറ്റ് കഴിഞ്ഞില്ല. നേരെ അപ്ലൈ ചെയ്യാം. റൗട്ടർ BGP 1000 നൈബർ ഏതാ നൈബർ 13.2 വഴി അല്ലേ? നൈബർ 192.168.13.2 വഴി പോകുമ്പോൾ എന്ത് നോക്കണം? ഈ പറയുന്ന റൂട്ട് മാപ്പ് നോക്കണം. റൂട്ട് മാപ്പ് R7 എന്ന് പറയുന്ന റൂട്ട് മാപ്പ് നോക്കിയിട്ട് വേണം ആളുകളെ കടത്തിവിടാൻ. മീൻസ് ട്രാഫിക്കിനെ കറക്റ്റ് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ ട്രൈ സെറ്റിംഗ്സ് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ക്ലിയർ IP BGP കണക്ഷൻ അപ്പ് ആവട്ടെ. അപ്പോ ഇനി നമ്മളുടെ 172.16 നേരെയും 8 നേരെയും ബെസ്റ്റ് പാത്ത് കാണിക്കേണ്ടത് 12.2 എന്നാണ്. അതേപോലെ തന്നെ 17 19 കാണിക്കേണ്ടത് 13.2 എന്ന് പറയുന്ന നെക്സ്റ്റ് സ്റ്റോപ്പ് ആണ് കാണിക്കുന്നത്. അങ്ങനെ കണ്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സക്സസ്. ഇതാണ് അപ്പാവാത്ത IPVG നോക്കുക. സിംബൽ ഏതിന്റെ നേരെയാണ്? പറയുന്ന നെറ്റ്വർക്കിന്റെ 12.2 വഴിയാണ്. നമ്മൾ കൊടുത്ത ടാസ്ക് സക്സസ്ഫുൾ ആണ്. അതേപോലെ തന്നെ 18 പറയുന്ന നെറ്റ്വർക്കിന്റെ നേരെയും കൊടുത്തിരിക്കുന്നത് സിംബൽ വന്നിരിക്കുന്നത് ഏത് വഴിയാണ്? 12.2 വഴിയാണ്. അതേപോലെ തന്നെ 17ന്റെ കേസ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാസ്ക് പ്രകാരം സിംബൽ അതിന്റെ നേരെ തന്നെയാണ്. 19ന്റെയും അതിന്റെ നേരെ തന്നെയാണ്. സക്സസ് അല്ലേ? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രേസ് കൂടി അടിച്ചു നോക്കാം. ട്രേസ് 172.16.0.1 എന്താ കാണിക്കണ്ടേ? ഏതൊക്കെയാണ്? 12.2. അതേപോലെ തന്നെ 17 ആണെങ്കിലോ 13.2. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇതുപോലെ ചെയ്ത് നോക്കണം. ഇപ്പോ സെയിം ടോപ്പോളജിക്കകത്ത് നമ്മൾ അടുത്ത ഒരു ആട്രിബ്യൂട്ട് കൂടി നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. ലോക്കൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഈസിയാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ, ചെറിയൊരു കമാൻഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ സെറ്റ് വെയിറ്റ് എന്ന് കൊടുത്തിരിക്കുന്നു. ആ സെറ്റ് വെയിറ്റ് എന്ന് കൊടുത്ത് അവിടെ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? സെറ്റ് ലോക്കൽ പ്രിഫറൻസ്. ഓക്കെ, നമുക്ക് അപ്പോ നമ്മുടെ ടോപ്പോളജിക്കകത്ത് 2 ഇന്റർനെറ്റ് കണക്ഷൻസ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. നമ്മുടെ ടോപ്പോളജിക്കകത്ത് ഇദ്ദേഹം ഇമാജിൻ ചെയ്യുക നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ ആണ് ഇമാജിൻ ചെയ്യുക. 2 ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിലുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ISP ആണ്. ISP 1 ആണ്. എക്സാമ്പിൾ ISP 2 ആണെന്ന് വിചാരിക്കുക. അപ്പോ നമ്മുടെ നൈബേഴ്സ് നമ്മളോട് പറയുവാണ്, ഓക്കെ, നമ്മുടെ ലോക്കൽ റൗട്ടറിനോട് പറയുവാണ്, ടേമിനകത്തിരിക്കുന്ന റൗട്ടറിനോട് പറയുവാണ്, അതെ ഞങ്ങൾ എന്താണ് താഴത്തെ കണക്ഷനേക്കാളും ബെറ്റർ പെർഫോമൻസ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, ബൈ ഡിഫോൾട്ട് നമ്മൾ ലോക്കൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആരുടെ കണക്ഷൻ ആണെങ്കിലും ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് എത്രയാണ്? 100 ആണ്. അപ്പോൾ ഇതിനകത്ത് ഇയാൾ പറയുവാണ് എന്റെ ലോക്കൽ പ്രിഫറൻസ് 200 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് 2 വാൻ കണക്ഷൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി R1 എന്ന് പറയുന്ന പാവത്താൻ എന്ത് ചെയ്യും? ഏത് ചൂസ് ചെയ്യും? 200 ലോക്കൽ പ്രിഫറൻസ് ഉള്ള ലിങ്ക് ചൂസ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, വെയിറ്റിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ മാത്രമേ എന്ത് നോക്കുള്ളൂ? ലോക്കൽ പ്രിഫറൻസ് നോക്കുള്ളൂ.
വെയിറ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും നമ്മളെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ റൗട്ടർ എന്ത് ചെയ്യും? ഏത് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ? വെയിറ്റ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. എന്നാൽ നൈബേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെ, ഞാൻ അയാളെക്കാളും ബെറ്റർ ആണ് കേട്ടോ, എന്റെ ബാൻഡ്വിഡ്ത്ത് കുറച്ച് കൂടുതലാണ് അദ്ദേഹത്തെക്കാളും എന്നൊക്കെ രീതിയിൽ പറയുന്ന പോലെ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതാണ് ലോക്കൽ പ്രിഫറൻസിന്റെ ഒരു പ്രത്യേകത. കമാൻഡ് ബേസ്ഡ് യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഇവിടെ സെറ്റ് വെയിറ്റ് എന്ന് കൊടുത്ത സ്ഥാനത്ത് ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? സെറ്റ് ലോക്കൽ പ്രിഫറൻസ്. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, ബാക്കി എല്ലാം തന്നെ സെയിം ആണ്. ഇതാണ് നമ്മുടെ ലോക്കൽ പ്രിഫറൻസിന്റെ ക്ലാസ്. നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? R2 പറയുന്ന റൗട്ടർ പറയുവാണ്, അതെ എന്റെ ലോക്കൽ പ്രിഫറൻസ് 500 ആണ് കേട്ടോ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അതായത് R2 സെക്കൻഡറി കണക്ഷൻ ആയിട്ടല്ല കിടക്കുന്നത്, R7 അല്ലേ നമ്മൾ ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ബൈ ഡിഫോൾട്ട് അത് ചേഞ്ച് ആവും. റൗട്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പൊ R2 റൗട്ടർ R1നോട് പറയുകയാണ്, അതെ ഞങ്ങളുടെ ലോക്കൽ പ്രിഫറൻസ് കുറച്ച് ഹയർ ആണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ചൂസ് ചെയ്യും? നമ്മൾ R2 പറയുന്ന റൗട്ടിനെ നമ്മൾ ചൂസ് ചെയ്യും. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ട്രാഫിക്കിന് എന്ത് ചെയ്യാം? റൂട്ട് മാപ്പ് വെച്ച് എന്ത് ചെയ്യാം? ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ, ഒന്നും ഞാൻ മാറ്റം വരുത്തിയില്ല. റൂട്ട് മാപ്പ് മെത്തേഡ് 16 18 പോകേണ്ടത് ഷുഡ് ബി ഏതിലൂടെ പോകണം? R2 വഴി പോകണം. അതേപോലെ തന്നെ 17 19 ഇപ്പൊ പറഞ്ഞ അതേപോലെ R7 വഴി പോകണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ വേറെ ഒരു മാറ്റവും അതിനകത്ത് വരുന്നില്ല. ജസ്റ്റ് ആ ലോക്കൽ ഹൈലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. സെറ്റ് വെയിറ്റ് എന്ന് കൊടുക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എന്തുമാത്രം കൊടുത്താൽ മതി? സെറ്റ് ലോക്കൽ പ്രിഫറൻസ്, അല്ലാതെ യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ നേരത്തെ R1 പറഞ്ഞത്, പക്ഷെ ഇപ്പൊ എവിടെ കയറി പറയണം? R2 കയറിയിട്ട് വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പം എന്നതിന് ശേഷം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ R1 എന്ന് പറയുന്ന റൗട്ടർ ഏത് ചൂസ് ചെയ്യും? കംപ്ലീറ്റ് ട്രാഫിക് ഏതിലൂടെ ആയിരിക്കും പോകുന്നത്? R2 വഴിയായിരിക്കും പോകുന്നത്. ഓക്കെ, അതിന് ശേഷം അത് റിമൂവ് ചെയ്യുക. ഫ്രണ്ടിൽ എന്ത് കൊടുക്കുക? നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിൽ നോ കൊടുത്തിട്ട് ഒന്ന് റിമൂവ് ചെയ്യുക. എന്നതിന് ശേഷം ഈ പറയുന്ന റൂട്ട് മാപ്പ് മെത്തേഡ് കൂടി എന്ത് ചെയ്യുക? ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, വർക്ക്ഔട്ട് ഇത് ചെയ്യുക. R2 ചെന്നിട്ടാണ് പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്ന വെച്ചാല് പിന്നെ നമുക്ക് ഈ ആക്സസ് ലിസ്റ്റിന്റെ അല്ല, നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ രണ്ട് വേണ്ടിട്ട്. ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും പോകുന്നത് ഒരു പത്ത് വഴിയാണ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത് വിചാരിക്കുക. നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ? എക്സാമ്പിൾ നമ്മൾ പറയുന്നത് രണ്ടുപേരെ ഞാൻ അതേ ടോപ്പിക് വെച്ച് പറഞ്ഞത് മാത്രം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശം. നോർമലി നമുക്ക് ഒരു ആട്രിബ്യൂട്ട് പറഞ്ഞിട്ട് പോവാം, പക്ഷെ ഇതുകൂടി നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ചെയ്ത ലാബ് ചെയ്യാതെ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അതിന് ഒരു ചെറിയ വ്യത്യാസം കിട്ടുമല്ലോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് പതുക്കെ വെരിഫൈ ചെയ്ത് നോക്കുക. ടൈം എടുത്ത് ചെയ്യാം. ചട്ടപ്പെടാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നമുക്ക് നേരത്തെ ട്രബിൾ ഷൂട്ട് ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ട്രബിൾ ചെയ്യാൻ വേണ്ടി പരമാവധി എന്ത് ചെയ്യാം? ഒന്ന് ശ്രമിക്കാം. ഓക്കെ, അപ്പോ നാളെ അപ്പൊ നാളത്തേക്ക് ടൈമിന്റെ ചേഞ്ചസ് ഞാനിപ്പോ ഇതിനകത്ത് ഇനി വേറെ ആരെങ്കിലും ഉള്ളതെന്ന് ചോദിക്കട്ടെ. 8:30 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, റൈറ്റ്? നിസാമുദ്ദീൻ 8:30 നാട്ടിലത്തെ 8:30 അല്ലേ? അതെ അതെ. ഇവിടെ 7 എന്താണ് മണി. അതിനുദ്ദീൻ ആ ടൈം? ഓക്കെ, നിങ്ങൾ അമലിന് ഓക്കെ അല്ലോ? ഓക്കെ ആണോ? അപ്പൊ 7 തൊട്ടിട്ട് 8 മണി വരെ. ആ, നമുക്ക് ടോപ്പിക്കിന് ബേസ് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ സൈനുദ്ദീൻ. അപ്പൊ ഞാൻ ബാക്കി എത്ര പേരുണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഡയറി നോക്കിയിട്ട് അവരെയും കൂടി ഒന്ന് പേഴ്സണൽ കോൺടാക്ട് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ കൺഫേം ചെയ്ത് പറയാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.